ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്നും ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല. എൻ്റെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. നിങ്ങൾക്ക് കാർ മാറ്റാൻ താല്പര്യമുണ്ടോ, പുതിയ കാർ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ സത്യം പറയാൻ ഞാൻ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ നേരത്തെ വണ്ടി എടുത്ത ഷോറൂമിൽ നിന്നാണ്. നമ്മൾ വണ്ടി എടുത്തിട്ട് അധികം ആയില്ല, 2 കൊല്ലമേ ആയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു കോൾ വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം 2 കൊല്ലം എന്ന് പറഞ്ഞാൽ അത് കണ്ട് കൊതി തീർന്നില്ല. നമ്മളത്രയും ആഗ്രഹിച്ച് സ്നേഹിച്ച് കൊണ്ടു കിടക്കുന്നൊരു വണ്ടിയാണത്. അപ്പോൾ 2 കൊല്ലത്തിനുള്ളിൽ അത് മാറുക എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ ആദ്യം ഓർത്തത് ഇവർക്ക് നമ്പർ മാറി വിളിക്കുകയായിരിക്കും എന്നാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് അറിഞ്ഞുകൊണ്ടാണോ വിളിക്കുന്നത്, അതോ നമ്പർ മാറിയതാണോ എന്നറിയാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ തന്നെയാണ് വിളിക്കുന്നതെന്ന്. അപ്പം വണ്ടി മാറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് തൽക്കാലം അങ്ങനെ ഒരു ഉദ്ദേശമേ നമുക്കില്ല. കാരണം ഇനിയിപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഇനി കുട്ടികളൊക്കെ വലുതായി അവർക്കൊക്കെ ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹം തോന്നുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് മാറിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 15 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് വേണം പുതിയൊരു വണ്ടിയെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു നിലപാടാണ് ഞാൻ എടുത്തത്. അങ്ങനെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അന്ന് വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഞാൻ വെറുതെ ഇക്കാര്യം ഇങ്ങനൊരു കോള് വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, നീ എന്തിനാ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ, നിനക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ മേലായിരുന്നോ? ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണവരെല്ലാം വണ്ടി വാങ്ങിക്കണമെന്നില്ല, അതുകൊണ്ട് നീ ചുമ്മാ പറ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറ. അവരല്ലേ കൊണ്ടുവരുന്നത്, അവരുടെ ചിലവിൽ കൊണ്ടുവരുന്ന വാഹനം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുന്നതിന് നിനക്കെന്താ ബുദ്ധിമുട്ട്? വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് അത് ശരിയാണല്ലോ, ഞാൻ അങ്ങനെ വേറെ വലിയ വണ്ടികളൊന്നും ഓടിച്ചിട്ടുമില്ല, അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വണ്ടി കൊണ്ടുവരാമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ വണ്ടിയായിട്ട് വന്നു. പിന്നീട് നടന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അപ്പോൾ ആ സംഭവങ്ങളാണ് ഇനിയുള്ള വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വണ്ടി. ഇത് റെനോൾഡിൻ്റെ കിഡ് എന്നുള്ള മോഡലാണ്. ഇത് ഒരു 2 കൊല്ലം കൊണ്ട് ഇപ്പം ഞങ്ങൾ അമ്മയും മക്കളും മാത്രമുള്ള യാത്രകളൊക്കെ അല്ലേ, അപ്പോൾ ഒരുപാട് ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. 2 കൊല്ലം കൊണ്ടൊരു 6000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. ഈയിടയ്ക്ക് സർവീസൊക്കെ കഴിഞ്ഞ് അടുത്ത വർഷത്തേക്കുള്ള സർവീസിന് വരെ മുൻകൂർ പൈസ അടച്ചതാണ്. ഈ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോയെന്നാണ് അവർ നമ്മളോട് ചോദിച്ചത്. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് വണ്ടി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് അവർ കൊണ്ടുവന്ന വണ്ടി. ഇതൊരു ഡ്യുവൽ കളർ വണ്ടിയാണ്. ആ റെഡും ബ്ലാക്കും കോമ്പിനേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറച്ചുകൂടെ വലിപ്പമുണ്ട് ഇതിന്. നമ്മുടെ പഴയ വണ്ടിയേക്കാളും ഒരു 10-15 സെൻറ്റിമീറ്ററോളം വീതി കൂടുതലുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെഗ് സ്പേസൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ ഏക്കെല്ലാം കൊണ്ടുവന്നതല്ലേ, എന്നാൽ ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയുമായിട്ട് ടെസ്റ്റ് ഡ്രൈവിന് പോവുകയാണ്. അവിടെ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്. ഇതിന്റെ റൈറ്റ് നോക്കും. റൈറ്റ്. മോഡിലാണ് ഈ ഡ്രൈവിംഗ് മോഡ്. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നോർമൽ മോഡ് തന്നെയാണ്. നോർമൽ മോഡിൽ തന്നെ നമുക്ക് ഈ ഒരു പെർഫോമൻസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് മാനുവലായിട്ട് ഓടിക്കാൻ പറ്റിയല്ലേ? മാനുവലായിട്ട് ഇതിനകത്തില്ല.
അങ്ങനെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം ഈ വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇവിടെ മറ്റേ സംഭവിച്ചില്ലേ? ഇല്ല ബൈക്ക് കാര്യത്തിന് കംഫർട്ടിന് സീറ്റ് അറേഞ്ച് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം മാത്രം യൂസ് ചെയ്യാം. അതായിരിക്കണം മറ്റേ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തു. കിടക്കുന്ന ന്യൂട്രലിൽ നിന്ന് ഡ്രൈവിലേക്ക് ഡിയിലേക്ക് ആക്കുന്നു. ഹാൻഡ് ബ്രേക്ക് പയ്യെ ചെയ്യുന്നു. കാലെടുക്കുമ്പോൾ വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നു. കാല് കൊടുക്കുമ്പോൾ പതിയെ കൊടുത്താൽ മതി. ഓവറായിട്ട് കൊടുക്കും. നല്ല പെർഫോമൻസ്. അതെ, ടെർബോ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും. ഞാൻ എന്നെ വിളിക്കാം 5 മിനിറ്റ്. 100 PS പവറിലാണ് നമുക്ക് പെർഫോമൻസ് വരുന്നത്. സേഫ്റ്റി റേറ്റിംഗ് ആണ് നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്ക് വരുന്നത്. ഈ സമയത്തൊന്നും നമുക്ക് വണ്ടി എടുക്കാനായിട്ട് യാതൊരു ഉദ്ദേശവും ഇല്ല. ചുമ്മാ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഡിസ്പ്ലേയിൽ നമുക്ക് വരുമ്പോഴത്തേക്കും മീഡിയ നാവിഗേഷൻ, റേഡിയോ, ഫോൺ കണക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോബിൾ കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ അകത്ത് നമുക്ക് എക്കോ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവിംഗ് എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രിപ്പ് റിപ്പോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. 84% പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് സ്മാർട്ട് ഫോൺ ഇൻ്റഗ്രേഷൻ അങ്ങനത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളാണ്. ഫോൺ ഇപ്പം നമുക്ക് കണക്ട് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഫോണിന്റെ നമുക്ക് ഫാനിന്റെ സ്പീഡ്, AC, ഫോൺ നമുക്ക് സെന്ററിൽ തന്നെ നമ്മുടെ സ്റ്റീരിയോയുടെ കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇത് ഇവിടുത്തെ ക്ലസ്റ്റർ പ്ലസ് മൈനസ് സ്റ്റീരിയോയുടെ കൺട്രോൾ കാര്യങ്ങൾ. പിന്നെ സോഴ്സ്, FM, AM അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാം. ഇതിപ്പോൾ റേഡിയോയുടെയാണ്. പിന്നെ നമുക്ക് കോൾ മ്യൂട്ട് ചെയ്യാൻ അങ്ങനത്തെ ചെയ്യാൻ ഓപ്ഷൻ. ഹലോ, എടുത്തു ആ എത്ര ഹാൻഡ് ബ്രേക്കിൻ്റെ പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ബാക്കിൽ അതൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ആംബിയൻ ലൈറ്റ് ഉണ്ട്. അത് നമുക്ക് ടോപ്പ് എൻഡ് മോഡിലാണ് ഈ ആംബിയൻ ലൈറ്റ്. ഡ്രൈവിംഗ് മോഡ് ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് മോഡ്, നോർമൽ മോഡ്, എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് മോഡ് ഓപ്ഷൻ ഒക്കെ വരുന്നത് നമുക്ക് ടോപ്പ് എൻഡ് മോഡിലാണ്. ഇതല്ല, ഇത് ഈ സെയിം ആണ്. ഈ മോഡലാണ് നമുക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞേക്കുന്ന വേണ്ടി RST ഓപ്ഷനിലല്ലേ നമുക്ക് വരുന്നത്. അപ്പം അതിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ മോഡ് കാണത്തുള്ള വ്യത്യാസം. നോർമൽ മോഡിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. കാലുകൊട്ടിന് വേണ്ടി റെസ്പോണ്ട് ചെയ്തു. മറ്റേന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് മാഡത്തിന് ആ ഒരു ഫീൽ വ്യത്യാസമില്ലേ? അത് കാല് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല നമുക്ക് വരുമ്പോൾ. ഇല്ല സാർ, മാഡം പുറകിൽ വണ്ടിയുണ്ട്, ഒന്ന് കയറി പോകട്ടെ. അതേപോലെ അവർ എത്ര വലിയ കയറ്റത്തിലാണെങ്കിലും കൊണ്ടേ ചവിട്ടി ബ്രേക്ക് ഓട്ടിയിട്ട് കാലെടുത്ത് പോയി മുമ്പോട്ടുള്ള അങ്ങനെ പ്രശ്നം കാര്യങ്ങളും. ആ, നമുക്കിപ്പോൾ ഉള്ള വണ്ടികളുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കയറ്റത്തിലൊക്കെ പോയി ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാറെടുക്കുമ്പോൾ വണ്ടി തനിയെ പുറകോട്ട് ഉരുളാൻ തുടങ്ങും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഡ്രൈവിങ്ങിലൊരു കംഫർട്ടല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. മറ്റേ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? നിർത്തണ്ടോ കേട്ടോ? കാല് കൊടുത്തു വണ്ടി റെസ്പോണ്ട് ചെയ്തോ. ആ ഓട്ടോ വരുന്നതിന് മുമ്പ് നമുക്ക് ക്രോസ് ചെയ്യാം. നമ്മുടെ വണ്ടി അല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടി കൊണ്ടെടുപ്പിച്ചാൽ ഞാൻ എൻ്റെ ബാക്കി നോക്കിയിട്ടുണ്ട്. ഇല്ല, പാലമുണ്ട്. ആ പാലത്തെ കയറ്റി ബാക്കി എന്താ ബെനിഫിറ്റ്? ഓൺ റോഡ് പ്രൈസ് വരുന്നത്, ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറഞ്ഞ
വണ്ടിക്കാണെങ്കിൽ RST ഓപ്ഷൻ എന്ന് പറഞ്ഞ സ്പെഷ്യൽ പ്രൈസിംഗിൽ കിടക്കുന്ന ഞാൻ പറഞ്ഞില്ലേ 999 എന്ന് പറഞ്ഞ ഒരു 10 ലക്ഷത്തിൽ താഴെയുള്ള പ്രൈസിംഗിൽ കിടക്കുന്ന വണ്ടിയാണ് നമുക്ക് RST ഓപ്ഷൻ എന്ന് പറഞ്ഞ സിംഗിൾ കളർ വണ്ടി. നമുക്ക് ഓൺ റോഡ് 1197 ഇപ്പം നമുക്ക് ഓൺ റോഡ് വരും. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്ത വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും RST ഓപ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഫെസിലിറ്റീസ് കൂടുന്നു, അതിനനുസരിച്ച് പ്രൈസിന് വ്യത്യാസം വരുന്നുണ്ട്. അന്ന് നമുക്ക് വണ്ടി ഡെലിവറി ഒന്നും അവർക്കുണ്ടല്ലേ? ഞാനായിരുന്നു. അങ്ങനെയായിരുന്നു. ഞാൻ അതുകൊണ്ടല്ലേ ഇടയ്ക്ക് വിളിച്ചത്. ഞാൻ എനിക്ക് ഷോറൂം ഉണ്ടായിരുന്നു. ഏതാണ് ആ സൈഡിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതുണ്ടോ ക്ലസ്റ്റർ, നമുക്ക് ഇതുണ്ട് ഇവിടെ ഈ സെന്ററിലാണ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അത് മാറാൻ പറ്റും. സർവീസ് റിമൈൻഡർ ഇതിപ്പോൾ നമുക്ക് ടയറിൽ അല്ലെങ്കിൽ ടയർ പ്രഷർ കാര്യങ്ങൾ കുറവുണ്ടോ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. സർവീസ് റിമൈൻഡർ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അങ്ങനത്തെ ഇതും ക്രൂയിസ് കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. ആ പാലത്തിൽ നടുക്കുകൊണ്ട് ചവിട്ടിയിട്ട് നിർത്തിക്കും. ആ നടുക്കുകൊണ്ട് ചവിട്ടിയിട്ട് നിർത്തിക്കും. ബ്രേക്ക് ആക്സിലേറ്റർ കൊണ്ട് ചവിട്ടുക, എന്നിട്ട് ബ്രേക്ക് ചവിട്ടി നിർത്തിക്കും. ബ്രേക്ക് ചവിട്ടി ഇത്ര സെക്കൻഡ് നമുക്ക് ഹോൾഡിങ് കിട്ടും. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കാനുള്ള ടൈം കിട്ടും. ഇതാണ് മറ്റേതില്ലാത്തൊരു ബുദ്ധിമുട്ട്. കുറച്ച് മുന്നോട്ട് പോകണം. ഇവിടെ ബാക്ക് പറ്റുമോ? ഇല്ല ഇല്ല, ഇവിടെ പറ്റൂടാ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റിവേഴ്സ് എടുക്കുക. മറ്റേ മാറ്റമൊന്നുമില്ല. ഫണ്ടിലേക്ക് ഇല്ല ഇല്ല, ഇപ്പൊ ന്യൂട്രൽ ആയാലും ഒന്നും കൂടി ഇപ്പൊ ന്യൂട്രലാണ്. വേണ്ട ഷിഫ്റ്റില് നമുക്ക് ഇതുണ്ടോ നെക്കിന്റെ വരും റിവേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് പോട്ടെ പോട്ടെ. ഒന്നും പറഞ്ഞില്ല. അവിടെ ചവിട്ടു. ഡ്രൈവിലേക്ക് ഇടാണെങ്കിൽ നമുക്കിപ്പോ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ന്യൂട്രലിലേക്ക് ഇടാണെങ്കിൽ ന്യൂട്രൽ ഇപ്പൊ ഡ്രൈവിലേക്കായി. വേണ്ട, ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ തന്നെ ഒരു ഇത്ര സ്പീഡിൽ മൂവ് ചെയ്തോളൂ. അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കി. വണ്ടിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പുറകിൽ നമുക്ക് ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡറുണ്ട്, പിന്നെ സീറ്റൊക്കെ ആണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വിവരങ്ങളൊക്കെ ബിബിനേട്ടനെ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിബിനേട്ടൻ പറഞ്ഞു ഷോറൂമിൽ പോയി ഇതിൻ്റെ ബ്ലാക്ക് കളർ വണ്ടിയും കൂടി ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഇത് നമുക്ക് ക്ലസ്റ്റർ, ഇങ്ങനത്തെ ക്ലസ്റ്റർ നമുക്ക് ടോപ്പ് എൻഡിലാണ്. മറ്റേ ഡിജിറ്റൽ തന്നെയാണ് വരുന്നത്. സ്പീഡോമീറ്ററിന്റെ ഡിജിറ്റലാണ് നമുക്ക് വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, കളറിന്റെ ബേസ് ജസ്റ്റ് ടോപ്പ് മാത്രം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ല ഞാൻ പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് ഇത് ഇൻ കേസ് നമ്മൾ ഓക്കെ ആയില്ലെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യാൻ പറ്റും. എത്ര വരുമായിരിക്കും? 11 രൂപ മാത്രം. ബുക്കിംഗ് എമൗണ്ട് മാത്രം തിരിച്ചു കിട്ടും. തിരിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കളറിന്റെ ബേസ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി. എനിക്കിതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ 1 രൂപ കൂടുന്നോണ്ട് നമുക്ക് ഒരു പണിയാ ബ്ലാക്ക് എടുക്കാൻ. നമുക്ക് വണ്ടിയൊന്നും പോയി കാണാൻ പറ്റുമോ? എടാ നാളെ പോയാലാടാ. നാളെ എനിക്ക് പോകണ്ട. ഞാൻ 30 ശേഷം പറ്റുമോ? അപ്പൊ പിന്നെ 30 എന്ന് പറയുമ്പോ ഒത്തിരി താമസം. ഇതെല്ലാം ഈ ഒരു മാസമാണല്ലോ നമ്മൾ ഇതെല്ലാം പറയുന്നത്. എനിക്ക് നാളെ തിരിച്ചു പോയി. ഇന്ന് വരാൻ പറ്റുമോ? ഇന്ന് പോയാലോ? ഇപ്പൊ പോയാലോ? ഇപ്പഴാ ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. എന്നിട്ട് നിങ്ങൾ വൈകിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ഒന്നും മതിയല്ല. അല്ല ഇതേ പോയാൽ പിന്നെ നമ്മൾ തിരിച്ച് ബസ്സേ വരണ്ടേ? നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് കിട്ടിയെടുത്തോണ്ട് പോവാം. ഞാൻ വലിയൊരു വന്നാൽ മതി. എന്റെ ബൈക്ക് അവിടെ വെക്കണമല്ല. വീട്ടിൽ പോയി ഏട്ടയ്ക്കാനും പോകണമെങ്കിൽ
എന്നിട്ട് നേരെ വരുന്നു. എന്നിട്ട് സെയിം ബ്ലാക്ക് കളർ കാര്യങ്ങൾ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവസ്ഥ ഓപ്ഷന്റെ വണ്ടിയും കാണിച്ചു തരാൻ പറ്റും. തിയേറ്റർ ആണല്ലേ? നേരത്തെ മറ്റേ തലയോല പമ്പിലല്ലോ ഉണ്ടായിരുന്നത്, അതേട്ടാ. ശരി, ഇത് ഉള്ളിലേക്ക് വന്നോ? അല്ല ഇനിയിപ്പോ അതുകൊണ്ട് ഇവിടെ പാർക്കിംഗ് ഒക്കെ സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കളറിനെ ബേസ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു രീതിയിൽ വരുവാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യാം. അങ്ങനെ ടോക്കൺ തിരിച്ച് കിട്ടുമെന്നുള്ള ഉറപ്പിൽ ഞങ്ങൾ ഒരു ടോക്കൺ കൊടുത്ത് നമ്മുടെ ബ്ലാക്ക് കളർ വണ്ടി ഒന്ന് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴും വണ്ടി എടുക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, എങ്കിലും നമുക്കൊന്ന് പോയി വണ്ടി കാണണ്ടേ. അപ്പോൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവസാനം എന്തായി ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളിപ്പോൾ ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.